വെടിനിർത്തലിനിടയിലും തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധപ്പുരകളും റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനും ഒപ്പം തന്നെ ആയുധ ടണലുകളും ആക്രമിച്ച് ഇസ്രായേൽ. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങളെന്ന് സംശയിക്കുന്നിടങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിന് നേരെ തിരിച്ചു വച്ചിരുന്ന റോക്കറ്റ് ലോഞ്ചറുകൾ അടക്കമുള്ള ആയുധങ്ങളെ ഇസ്രായേലി സേന തകർത്തു എന്നുള്ള വാർത്തകളാണിപ്പോൾ IDF പുറത്തുവിടുന്നത്. വെടിനിർത്തൽ കരാറിനിടയിലും ഇസ്രായേലിനെതിരെയുള്ള ഏത് ഭീഷണിയും തകർക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയാണ് IDF. നേരത്തെ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ഇരു രാജ്യങ്ങളും സമ്പൂർണമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു നിബന്ധന മാത്രമാണ് IDF മുന്നോട്ട് വച്ചത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ലെബനനിലെ ഹിസ്ബുള്ളയുടെ നിലപാടുകൾ, ശ്രമങ്ങൾ ഇസ്രായേലിന് എതിരാകുമെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം വെടിനിർത്തൽ യാഥാർത്ഥ്യമല്ലാതെയാകും മാറും. വെടിനിർത്തലിനെ ഞങ്ങൾ അംഗീകരിക്കില്ല, ആ സമയം ഞങ്ങൾ പ്രതികരിക്കും. അത് പലതവണ ആവർത്തിച്ചിരിക്കുന്നു ഇസ്രായേൽ. ഇപ്പോൾ ഇതാ തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് വ്യോമാക്രമണവും റോക്കറ്റ് ആക്രമണവും നടത്തിയിരിക്കുന്നു ഇസ്രായേലി സേന. ആ പ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഉണ്ടെന്നും ആ റോക്കറ്റുകളൊക്കെ തന്നെ ഇസ്രായേലിലേക്ക് തൊടുത്തുവിടാൻ പാകത്തിൽ ദിശ തിരിച്ചു വച്ചിരിക്കുകയായിരുന്നുവെന്നും IDF പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഹിസ്ബുള്ളയുടെ ആ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോഴത്തെ IDFൻ്റെ അവകാശവാദം. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററും അതുപോലെ തന്നെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുമാണ് ഏറ്റവും ഒടുവിലായി ഇസ്രായേൽ തകർത്തത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സിറിയയ്ക്കെതിരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ ഹൂതികൾക്കെതിരെയായിരുന്നു ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആക്രമണം നടന്നത്. ഹൂതികളുടെ പ്രധാനപ്പെട്ട 3 തുറമുഖങ്ങൾ, ഹുദൈദ ഉൾപ്പെടുന്ന 3 തുറമുഖങ്ങളെയാണ് ഇസ്രായേലി സേന ഛന്ന ഭിന്നമാക്കിയത്. ഹൂതികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം ഈ തുറമുഖങ്ങളായിരുന്നു. ഈ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഹൂതികൾ ആയുധ വിൽപ്പനയും ആയുധ കടത്തും നടത്തിയിരുന്നത്. ലോകത്തൊട്ടാകെയുള്ള ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമായ ആയുധങ്ങൾ ഇറാനിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയും ഈ തുറമുഖം വഴി വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ഹൂതികൾ. ഇതായിരുന്നു ഹൂതികളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗവും. ആയുധ കടത്ത് മാത്രമല്ല, മയക്കുമരുന്ന് കടത്തും ഹൂതികളുടെ ഹുദൈദ തുറമുഖം വഴി നടന്നിരുന്നു എന്നാണ് ഇപ്പോൾ IDF വ്യക്തമാക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാർ സിറിയയായിരുന്നു. സിറിയയിലെ അസദ് ഭരണകൂടമായിരുന്നു. അപ്പോൾ ഇറാനും യമനും അതുപോലെ ഗാസയിലെ ഹമാസും ലെബനനിലെ ഹിസ്ബുള്ളയും സിറിയയും ചേർന്നുള്ള ഒരു അച്ചുതൊണ്ടാണ് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിനെ മുന്നോട്ട് നയിച്ചിരുന്നത്. അതിന് വേണ്ട വെള്ളവും വളവും നൽകി അതിനെ വളർത്തിയിരുന്നത്. ഈ അച്ചുതൊണ്ടിനെ പൂർണ്ണമായും തകർക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. അതിനാദ്യമായി ഹമാസിനെ തകർത്തു, പിന്നീട് ഹിസ്ബുള്ളയെ തകർത്തു. അതിന് പിന്നാലെ സിറിയയിലേക്കുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കി. സിറിയയിലെ ആഭ്യന്തര കലാപത്തിന് ചൂട്ടുകത്തിച്ചു. ഒടുവിൽ ഇപ്പോൾ ഇതാ ഹൂതികൾക്ക് നേരെ കൂടി ഇസ്രായേലിൻ്റെ ഡയറക്റ്റ് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു, നേരിട്ടുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു. അടുത്തത് ഇറാനാണ്. ഇറാനെ കൂടി തീർക്കുന്നതോടെ ഈ അച്ചുതൊണ്ട് പൂർണ്ണമായും തകർന്ന് തരിപ്പണമാകും. പിന്നീട് പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക ഭീകരവാദം തലപൊക്കില്ല എന്ന് ഉറപ്പായിട്ടും ഇസ്രായേലിനറിയാം. അതിന് മുന്നോടിയായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിച്ചു വരുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം താൽക്കാലികമായെങ്കിലും നിർത്തിവെച്ചു എന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഹിസ്ബുള്ള ഏതെങ്കിലും ഘട്ടത്തിൽ ഇസ്രായേലിന് ഭീഷണിയാകുന്ന ഏതെങ്കിലും പ്രവർത്തനം നടത്തിയാൽ ആ നിമിഷം ഇസ്രായേൽ ആക്രമിക്കുമെന്നായിരുന്നു അന്ന് തന്നെ ഇസ്രായേൽ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ ഇതാ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പും അതുപോലെ കമാൻഡ് സെൻറ്ററും അതുപോലെ റോക്കറ്റ് ലോഞ്ചിങ് സെൻറ്ററുമൊക്കെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരിക്കുന്നു. വെടിനിർത്തൽ ഒരു ഭാഗത്ത് നടക്കും, മറുഭാഗത്ത് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകും. ഇതാണ് ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ സ്ഥിതിവിശേഷം. സിറിയയിലാകട്ടെ അസദ് ഭരണകൂടം നിലംപതിച്ചു. അസദ് ഭരണകൂടം നിലംപതിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സിറിയയ്ക്കുള്ളിലേക്ക് ഇസ്രായേലിൻ്റെ വമ്പിച്ച ആക്രമണമുണ്ടായി. ആക്രമണം ഒറ്റപ്പെട്ട ഇടങ്ങളിലല്ല, സിറിയയിലെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ, സിറിയയിലെ ആയുധപ്പുരകൾ, സിറിയയിലെ ആയുധ കേന്ദ്രങ്ങൾ, ബേസ് ക്യാമ്പുകൾ, കമാൻഡ് സെൻറ്ററുകൾ, ഇതൊക്കെ ലക്ഷ്യമിട്ട് 48 മണിക്കൂറിനിടയിൽ നടത്തിയത് 470-ലധികം ആക്രമണങ്ങളാണ്. തൊട്ടടുത്ത ദിവസം 68 കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ വ്യോമാക്രമണം നടത്തി. അങ്ങനെ സിറിയ ഒട്ടാകെ ഇസ്രായേലിൻ്റെ അധീനതയിലായി എന്ന് ചുരുക്കം.
ഗൊലാൻ കുന്ന് പിടിച്ചു, ഹെർമൺ പർവ്വതം പിടിച്ചു, ഏറ്റവും തന്ത്രപ്രധാനമായ 2 മേഖല പിടിച്ചെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ ബഫർ സോണും കടന്ന് 20-30 കിലോമീറ്ററുകൾ ഉള്ളിലേക്ക് പോയി ഇസ്രായേലി സേന. സൈദ പട്ടണം പിടിച്ചു. ഡമാസ്കസിൻ്റെ തൊട്ടടുത്തെത്തി. ഇപ്പോഴും ഇസ്രായേലിൻ്റെ സൈന്യം സിറിയയ്ക്കുള്ളിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇസ്രായേലി സൈന്യം സിറിയ വിട്ടു പോകണമെന്ന അന്ത്യശാസനം ഇറാനും തുർക്കിയുമൊക്കെ പലതവണ നൽകി. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാൻ ഇസ്രായേൽ എന്ന രാജ്യം തയ്യാറല്ല. കാരണം ഇസ്രായേലിൻ്റെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ: സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുക, സ്വന്തം ജനതയുടെ ജീവിതം സംരക്ഷിക്കുക, അതിനൊപ്പം സ്വന്തം അതിർത്തികൾ ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുക. 1948 രാജ്യം രൂപീകൃതമായതിന് പിന്നാലെ തന്നെ ഉള്ള ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും ഇസ്രായേൽ തങ്ങളുടെ വിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ തങ്ങളുടെ അതിർത്തികൾ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇതാ സിറിയയ്ക്കുള്ളിലെ വമ്പൻ ഭൂപ്രദേശം പിടിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ആ പ്രദേശം തങ്ങളുടെ ഭാഗമാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. ഹെർമൺ പർവ്വതത്തിൻ്റെ നെറുകയിൽ നിന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉറക്കെ പറയുകയാണ്: ഞങ്ങൾ ഈ ഭൂപ്രദേശം ഇനി ഞങ്ങളുടേതാക്കും. ഞങ്ങൾ ഈ ഭൂപ്രദേശത്ത് നിന്ന് പിന്മാറുന്ന ഒരു കാരണവുമില്ല. കാരണം ഞങ്ങൾക്ക് ഈ ഭൂപ്രദേശം ഞങ്ങളുടെ ഭാഗമായി തന്നെ വേണം. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഞങ്ങൾക്ക് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂപ്രദേശം ഒന്നാകെ ഞങ്ങളുടെ അധീനതയിൽ വേണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വയ്ക്കുകയാണ്. ഇതിൽ പരം എന്താണ് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആ ജനതയ്ക്ക് വേണ്ടത്? അങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹു മുന്നിൽ നിന്ന് നയിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇസ്രായേലിൻ്റെ തേരോട്ടം നടക്കുകയാണ്. ഇസ്രായേലിൻ്റെ തേരോട്ടത്തിന് മുന്നിൽ തകർന്ന് തരിപ്പണമാവുകയാണ് ഇറാനും ഇറാഖും യമനും ഹൂതികളും ഹമാസും ഒക്കെ തന്നെ.